വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 457. അത്യാവശ്യമാണ് ആവിഷ്കാരങ്ങളുടെ മുഖ്യ പ്രേരകം. ലോകത്തെ വിസ്മയിപ്പിച്ച എല്ലാ കണ്ടുപിടുത്തങ്ങളും ആവശ്യങ്ങളുടെ അനിവാര്യതയിൽ നിന്നുമാണ് രൂപപ്പെട്ടത്. കാരണം മനുഷ്യജീവിതത്തിൽ പ്രതിസന്ധികളും കുറവുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങുന്നു. ആ ചിന്തകളിൽ നിന്നാണ് പുതിയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും രീതികളും ജനിക്കുന്നത്. അതുകൊണ്ടാണ് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻസ് എന്ന് പറയുന്നത്. അത്യാവശ്യമാണ് ആവിഷ്കാരങ്ങളുടെ മുഖ്യ പ്രേരകം എന്ന പഴമൊഴി മനുഷ്യരുടെ പുരോഗതിയുടെ രഹസ്യം തുറന്നു കാണിക്കുന്ന വാക്കുകളാണ്. ജീവിതത്തിൽ ഒരു കുറവ് അനുഭവപ്പെടുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അപ്പോഴാണ് മനുഷ്യന്റെ ചിന്താശക്തി ഉണരുന്നത്. ആ ചിന്തയിലാണ് പുതിയ ആശയങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും തുടക്കം കുറിക്കുന്നത്. പഴയകാലത്ത് ദൂരങ്ങൾ കുറയ്ക്കാനുള്ള ആവശ്യം കൊണ്ടാണ് വാഹനങ്ങൾ ജനിച്ചത്. വിവരങ്ങൾ വേഗത്തിൽ കൈമാറേണ്ട ആവശ്യം ടെലിഫോൺ, ഇന്റർനെറ്റ് പോലുള്ള സാങ്കേതിക വിദ്യകൾക്ക് വഴിയൊരുക്കി. രോഗങ്ങളെ ചെറുക്കേണ്ട ആവശ്യമാണ് വൈദ്യശാസ്ത്രത്തിലെ വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമായത്. അതുകൊണ്ട് തന്നെ ആവശ്യമൊരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല, അത് ഒരു പ്രചോദനമാണ്. പ്രതിസന്ധികൾ മനുഷ്യനെ തളർത്താൻ വന്നതല്ല, മറിച്ച് അവന്റെ ഉള്ളിലുള്ള സൃഷ്ടിപരതയെ ഉണർത്താനാണ്. അതിനാൽ പ്രശ്നങ്ങൾ വന്നാൽ വിഷമിക്കേണ്ടതില്ല. അവ പുതിയ സാധ്യതകളുടെ വാതിൽ തുറക്കുന്ന സന്ദേശങ്ങളാണെന്ന് കരുതി സമാധാനിക്കുകയാണ് വേണ്ടത്. ആവശ്യം മനുഷ്യനെ സൃഷ്ടിപരനാക്കുന്നു. സുഖസൗകര്യങ്ങൾ മാത്രമുള്ള ജീവിതത്തിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ സാധാരണയായി ഉണ്ടാകാറില്ല. എന്നാൽ പ്രതിസന്ധികൾ മനുഷ്യന്റെ ചിന്താശക്തിയെ ഉണർത്തുന്നു. അതിനാൽ പ്രശ്നങ്ങളെ ഒരിക്കലും ഭയക്കേണ്ടതില്ല. വെല്ലുവിളികളെ വളരാനും വികസിക്കാനുമുള്ള അവസരങ്ങളാക്കി മാറ്റാനാണ് നാം ശ്രമിക്കേണ്ടത്. സുഹൃത്ത് ഡോക്ടർ അലി ജാഫർ ഫേസ്ബുക്കിൽ കുറിച്ച ചില വരികളാണ് ഈ ആശയം ഇപ്പോൾ ചിന്തയിലേക്ക് കൊണ്ടുവന്നത്. പുലിശല്യം അധികമായപ്പോൾ നാട്ടുകാർ ചേർന്ന് കെണിവെച്ചു. പുലി അതിൽ വീണു. പക്ഷേ അവരുടെ സന്തോഷം അധികനാൾ നീണ്ടില്ല. കൂട് പൊളിച്ച് പുലി രക്ഷപ്പെട്ടു. വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെടാൻ തുടങ്ങി. വീണ്ടും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടു. അവർ വീണ്ടും കെണിവെച്ചു. പുലി വീണ്ടും കൂട്ടിലകപ്പെട്ടു. തൊട്ടടുത്ത ദിവസം നോക്കിയപ്പോൾ കൂട്ടിൽ പുലിയില്ല. കൂട് തകർത്ത് പുലി വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നു. കൂട് പൊളിക്കുക എന്ന വലിയ പ്രയാസമുള്ള കാര്യം എങ്ങനെ സംഭവിക്കുന്നു എന്നറിയാൻ പ്രദേശവാസികൾ വിശദമായ പരിശോധന നടത്തി. അവർ സത്യം കണ്ടെത്തി. അതൊരു പെൺപുലിയായിരുന്നു. അതിന് 2 കുഞ്ഞുങ്ങളുണ്ട്. അവയ്ക്ക് പാല് കൊടുക്കണം. അതിനാൽ അമ്മയായ ആ പുലിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ. മറ്റൊരു മാർഗവുമില്ലാത്തവരാണ് അത്ഭുതങ്ങൾ കാഴ്ചവെക്കുക. അവർക്കങ്ങനെ ചെയ്തേ പറ്റൂ. രണ്ടാമതൊരു മാർഗവും കൂടിയുണ്ടെങ്കിൽ ആളുകൾ അതേ സ്വീകരിക്കൂ. അവിടെ അധ്വാനം കുറവായിരിക്കും, സാഹസം കാട്ടേണ്ടി വരില്ല. നേട്ടം കുറവാണെങ്കിലും എളുപ്പവഴിയിൽ കാര്യം നടക്കും. അകപ്പെട്ട സ്ഥലം അപകടകരമല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രയത്നം എത്ര പേർ നടത്തും? മനസ്സാണ് മനുഷ്യനെ പ്രധാനിയും വ്യത്യസ്തനുമാക്കുന്നത്. സ്വന്തം മനസ്സിന്റെ മേൽ അധികാരമുള്ളയാളാണ് യഥാർത്ഥ അധികാരി. മറ്റെല്ലാത്തിനും മേൽ അധികാരമുള്ള പലരും സ്വമനസ്സിനാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന കാരണം കൊണ്ട് മാത്രമായി തിരസ്കാരത്തിന്റെ തിരശീലയ്ക്ക് പിന്നിലേക്ക് തിരിച്ചറിയപ്പെടാറുണ്ട്. മനുഷ്യ മനസ്സിനെയും ചിന്തകളെയും ശാക്തീകരിക്കാനും എല്ലാ വെല്ലുവിളികളിലും അവസരങ്ങൾ കാണാനും കഴിയുകയെന്നത് വലിയ ഭാഗ്യമാണ്. അതിനുള്ള നിരന്തര ശ്രമങ്ങളാണ് നാം നടത്തേണ്ടത്. ജീവിത വിജയത്തിന്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ: ബി ഡിഫറൻറ്റ്, വ്യത്യസ്തരാവുക; കം ഔട്ട് ഓഫ് കംഫർട്ട് സോൺ, കംഫർട്ട് സോണിൽ നിന്നും പുറത്തു കടക്കുക; ബി ഒറിജിനൽ, ഒറിജിനലാവുക എന്നിവയാണെന്ന കാര്യം എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.